Hello, welcome back to Ladies Planet. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോറും മുട്ടയും വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഈ ചോറ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചതച്ചെടുത്തിട്ടും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ 3 കോഴിമുട്ട ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ കോഴിമുട്ടയും ചോറും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. ഒരു വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഒരു പിടി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ആദ്യം കോഴിമുട്ടയും ചോറും കൂടെ മിക്സ് ചെയ്തെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ദോശ പോലെ ചുട്ടെടുക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തിരിച്ചും മറിച്ചുവിട്ട് ചുട്ടെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ പുരട്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണ പുരട്ടാതെയാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. എണ്ണ നെയ്യൊക്കെ പുരട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓരോന്നും ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്